എല്ലാവർക്കും നമസ്കാരം. ട്രെയിൽ വീൽ ഫാക്ടറിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ബാംഗ്ലൂരാണ്. അപ്പൊ ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. വിവിധ ട്രേഡ് വിളിച്ചിട്ടുണ്ട്. ഇവിടെ ട്രേഡ് കാണാൻ പറ്റും. ഫിറ്റർ 85 വേക്കൻസി, അതുപോലെ മെഷീനിസ്റ്റ് 31 വേക്കൻസി, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ 8 വേക്കൻസി, ടേണർ നിങ്ങൾക്ക് 5 വേക്കൻസി, CNC നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് കം ഓപ്പറേറ്റർ 23 വേക്കൻസി, ഇലക്ട്രീഷ്യനിൽ 18, ഇലക്ട്രോണിക് മെക്കാനിക്കിൽ 22. അങ്ങനെ 192 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് അപ്രന്റീഷിപ്പ് പ്രോഗ്രാമിലേക്കാണ്. 28/2/2026 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതത് ട്രേഡുകളിൽ ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫിറ്റർ ആയിട്ട് കഴിഞ്ഞവർക്ക്, മെഷീനിസ്റ്റ് ആയിട്ട് കഴിഞ്ഞവർക്ക് ഏതാണോ ട്രേഡ്, അത് ട്രേഡ് നമ്മൾ ITI കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഏജ് ലിമിറ്റ് 1/3/2026 കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് 24 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് 80% മാർക്കോടുകൂടി 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്ലസ് എന്താണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്, അതത് ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, മിനിമം നമുക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കണം 80% മാർക്കോടുകൂടി. പ്ലസ് എന്താണ്, നിങ്ങൾക്ക് ITI ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ ഫിറ്റർ, മെഷീനിസ്റ്റ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, അതുപോലെ ടേണർ, അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, ഈ പറയുന്ന ട്രേഡുകളിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 1 year ആയിരിക്കും ട്രെയിനിങ് ഡ്യൂറേഷൻ. എന്നാൽ ഈ പറയുന്ന എന്താണ് CNC പ്രോഗ്രാമിംഗ് കം ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റ്, ആ ഒരു ട്രേഡിലേക്കാണെങ്കിൽ 6 മാസത്തേക്കായിരിക്കും ട്രെയിനിങ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. ഇനി അതോടൊപ്പം തന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമുക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിർബന്ധമാണ്. കർണാടക സ്റ്റേറ്റിൽ ഉള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളാണ് അവർ ആദ്യം പരിഗണിക്കുക. നമുക്ക് കേരളത്തിലുള്ളവർക്കും തമിഴ്നാട്ടിലുള്ളവർക്കും അതർ സ്റ്റേറ്റിലുള്ളവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാം. പക്ഷെ ആദ്യത്തെ പരിഗണന കർണാടക സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആ ഒരു കർണാടക സ്റ്റേറ്റിന്റെ ജുറിഡിക്ഷനിൽ വരുന്ന ഏതെങ്കിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തവരായിരിക്കും. അത് കഴിഞ്ഞിട്ട് വാക്കൻസി ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് കാണാം, അപ്ലിക്കേഷൻ ഓഫ് അതർ കാൻഡിഡേറ്റ്സ് ഹു ആർ രജിസ്റ്റേർഡ് ഇൻ ലോക്കൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ദെയർ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ് വിൽ ബി കൺസിഡേർഡ് സബ്ജക്ട് ടു അവൈലബിലിറ്റി. അതുകൊണ്ട് കേരളത്തിലുള്ളവർക്കോ ഇനി അതർ സ്റ്റേറ്റോ തമിഴ്നാടോ ഒക്കെ എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ പ്രിഫറൻസ് ഈ പറയുന്ന കർണാടക അതിലേതെങ്കിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ കേരളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ഓഫ്ലൈൻ ആയിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത് ഫോം. ആ ഓഫ്ലൈൻ ഫോം പ്രിന്റ് എടുത്ത് അത് നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. അതെങ്ങനെയാണ് പ്രിന്റ് എടുക്കേണ്ട കാര്യം പറഞ്ഞുതരാം. അങ്ങനെ പ്രിന്റ് എടുത്ത് നമ്മളത് ഫില്ല് ചെയ്ത് അതിന്റെ കൂടെ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കുമ്പോൾ എന്തൊക്കെ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പിയാണ് നമ്മൾ വെക്കേണ്ടത് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വെക്കണം, ഒന്ന് NTC സർട്ടിഫിക്കറ്റ്, സെൽഫ് അറ്റസ്റ്റഡ്, ഇതൊക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ഫോട്ടോ കോപ്പിയാണ് വെക്കേണ്ടത്. അതുപോലെ SC ST OBC ആണെങ്കിൽ അതിന്റെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഫോട്ടോ കോപ്പി വെക്കണം. പിന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾ അതിന്റെ PWD സർട്ടിഫിക്കറ്റ് വെക്കണം. അതുപോലെ തന്നെ 2 എക്സ്ട്രാ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ സെപ്പറേറ്റ് ഒരു കവറിൽ നമ്മൾ ഇട്ടിട്ട് ഇതിൽ വെക്കണം. ഇതിൽ സെൽഫ് അറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോട്ടോയുടെ മുകളിൽ നിങ്ങളുടെ ഫേസിലാവാത്ത രീതിയിൽ നിങ്ങൾ സൈൻ ചെയ്യുക, നിങ്ങളുടെ സിഗ്നേച്ചർ ഒഴിഞ്ഞ ഭാഗത്ത് നിങ്ങൾ സൈൻ ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ 2 ഫോട്ടോ നിങ്ങൾ എക്സ്ട്രാ എന്ത് ചെയ്യണം ഈ ആപ്ലിക്കേഷന്റെ കൂടെ. ഓക്കെ, ഇതാണ് ഫോം. അപ്പൊ ഏകദേശം നമുക്ക് 2 പേജാണ് ഫോം വരുന്നത്. ഈ 2 പേജ് നിങ്ങൾ ഫില്ല് ചെയ്യുക, പ്രിന്റ് എടുത്ത് ഫില്ല് ചെയ്യുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ച് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കേണ്ട അവസാന തീയതിയൊക്കെ വീഡിയോയിൽ പറഞ്ഞു. താങ്ക് യു.